ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനും മോളും കൂടെ ആണെങ്കിൽ എൻ്റെ വീട്ടിൽ പോവുകയാണ് കൂത്താട്ടോളത്തിന്. അപ്പോൾ ഇവിടുന്നൊരു 15 മിനിറ്റേ ഉള്ളൂ കേട്ടോ ഓട്ടോയ്ക്കൊക്കെ, അത്ര അടുത്താണ്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ. ഞങ്ങളാണെങ്കിൽ സാധാരണ പോകുന്ന ഹസ്ബൻഡ് വീട്ടിലില്ലെങ്കിൽ അടുത്ത വീട്ടിലൊരു ഓട്ടോ ഉണ്ട്, അപ്പോൾ അതിലാണ് പോകുന്നത്. പക്ഷേ ഇന്നാണെങ്കിൽ ഓട്ടോ ചേട്ടൻ അവിടെ ഇല്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പതുക്കെ നടന്നു പോയിട്ട് കവല ചെന്നിട്ട് ഓട്ടോ വിളിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പതുക്കെ ഇങ്ങനെ നടന്നു പോവുകയാണ്. നടന്നു പോകുന്ന വഴികളാണ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്നൊക്കെ വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. ചെറുതായിട്ട് പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനും മോളും ഒക്കെ ഇരിക്കുകയാണ്. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഇതേ ഒരു ഓട്ടോ വിളിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ഏകദേശം കൂത്താട്ടുകളൊക്കെ എത്താറായിട്ടോ. അപ്പം കൂത്താട്ടുകൾ ചെന്ന് കഴിയുമ്പോൾ ഞങ്ങൾക്ക് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് വാങ്ങിക്കണം. അപ്പോൾ ദേ മോളാണെങ്കിൽ ഉറങ്ങി പോകുന്ന വഴിക്ക്. അവൾ ഉറങ്ങുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ തയ്ക്കാനുള്ളതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് തയ്ച്ച് കിട്ടിയായിരുന്നു. അപ്പോൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അവൾ നല്ല ഉറക്കമാണ്. അപ്പോൾ അവളാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ കേക്ക് വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് മേടിക്കാനായിട്ട് അവിടെ ഞങ്ങൾ കൂത്താട്ടുകളത്തെ ഒരു ബേക്കറി കയറിയതാണ് കേട്ടോ. അപ്പോൾ അതുമൊക്കെ വാങ്ങിച്ചു, പാലും ഒക്കെ വാങ്ങിച്ചു. വീട്ടിൽ ചെന്നപ്പോൾ അവൾ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുവാണ്. പക്ഷെ ഒത്തിരി നേരമൊന്നും ഉറങ്ങിയില്ല കേട്ടോ. അവളുടെ കൂടെ ഇങ്ങനെ ഒരാൾ കിടക്കുവാണെങ്കിൽ എത്ര ടൈം വേണമെങ്കിലും കിടക്കും. പക്ഷെ ഞാൻ എഴുന്നേറ്റതുകൊണ്ട് അവളും പെട്ടെന്ന് എഴുന്നേറ്റും. അപ്പോൾ ഞാൻ പ്രധാനമായിട്ട് വീട്ടിൽ പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ അമ്മയ്ക്കൊരു മൊബൈൽ വാങ്ങിച്ചായിരുന്നേ. അപ്പോൾ ഒരു ക്യാമറ സെറ്റ്. അപ്പോൾ അമ്മ പണ്ട് തൊട്ടേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധാ ഒരു സെറ്റായിരുന്നു. അപ്പോൾ ഒരു മൊബൈൽ വാങ്ങിച്ചു കൊടുക്കണം തോന്നി, അങ്ങനെ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് പോകാം കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ വീടിൻ്റെ മേളത്തെ വീട്ടിലെ അമ്മയാണെങ്കിൽ വയ്യാതെ കിടക്കും കേട്ടോ. പ്രായമായതാണ്. അപ്പോൾ എന്നാൽ അമ്മേനെ കൂടി കണ്ടിട്ട് അങ്ങ് പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മേളത്തെ വീട് വരെ പോവുകയാണ്. ഒത്തിരി പ്രായമായത് കേട്ടോ. എനിക്കൊന്ന് 99-98 വയസ്സായി. അപ്പോൾ ലതാക്കച്ചൻ്റെ വീട്ടിൽ പോയി അവിടുത്തെ അമ്മേനെ കൂടെ കണ്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് അവിടെ ചെന്നു. അതിന് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കിനും പിന്നെ അവളെ മേലൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് മേല് കഴിക്കാൻ പോകണം. ഞാൻ ഇന്നേ തിരിച്ച് പോകും കേട്ടോ. അപ്പോൾ അതേ രാത്രി എന്തെങ്കിലും അലമാരി തുറന്ന് അതിനകത്ത് കയറിയിരുന്ന് മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുക. ഓരോ കുരുത്തക്കേടുകളാണ്. അതിൻ്റെ ഇടയിൽ ചായ കുടിക്കുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. അതെനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ദേ അവളെ അലമാരിയൊക്കെ തുറന്ന് അതിൻ്റെ ഇടയിൽ കയറിയിരുന്ന് ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പുള്ളിക്കാരി എൻ്റെ മൊബൈൽ എടുത്തപ്പോൾ ഞാനത് മേടിച്ച് വെച്ചതിന് കിടന്നുള്ള കരച്ചിലാണ്. അപ്പം ഞാൻ പറഞ്ഞത് അച്ഛൻ വന്ന് നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ പോകാൻ വൈകിയതിൻ്റെ കരച്ചിൽ. അങ്ങനെ കുറേ നേരമൊക്കെ കരച്ചിലും പിടിച്ചിലൊക്കെ ആയിട്ട് ഇരുന്ന് അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അച്ഛൻ വന്ന് പിന്നെ ഞങ്ങളാണെങ്കിൽ ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. ഏകദേശം ഒരു 7:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. നിൽക്കുന്നില്ലായിരുന്നു. ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ മൊബൈൽ കൊടുക്കണം എന്നുള്ളതായിരുന്നു അത്യാവശ്യം. അത് കൊടുത്തു. അതൊക്കെ കൊടുത്ത് ഇടയ്ക്ക് ഞാൻ ഫ്രണ്ട് ക്യാമറ ഇട്ടപ്പോൾ ഭയങ്കര ഇരുട്ട്, അതാണ് അങ്ങനെ കയറി വന്നത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ എവിടെ നിർത്തിയൊന്നുമില്ല. നിർത്തി പമ്പിലിറങ്ങി പെട്രോൾ മേടിക്കണമായിരുന്നു. അതും എടുത്തില്ല കേട്ടോ. അങ്ങനെ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഓലിയപ്പുറം എത്തി. ഹസ്ബൻഡ് വീടിൻ്റെ കവലയിലെത്തി കേട്ടോ. അപ്പോൾ അവിടെ ഞങ്ങൾ സ്ഥിരമായിട്ട് മേടിക്കുന്ന ഒരു സൂപ്പർ മാർക്കറ്റും ബേക്കറിയൊക്കെയാണ്. അപ്പോൾ അവൾക്ക് മിഠായി വേണമെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും മിഠായിയും പിന്നെ പാല് വാങ്ങിക്കണമായിരുന്നു. അതും വാങ്ങിക്കാനായിട്ട് അവരങ്ങ് ഇറങ്ങിപ്പോയി. ഞാൻ പോയില്ല. അവർ വാങ്ങിച്ചിട്ട് വരട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ചെന്ന് അവരെന്തൊക്കെയോ പാലും അതുപോലെ തന്നെ ചോക്ലേറ്റും ബിസ്ക്കറ്റും ഒക്കെ വാങ്ങിച്ചു. അവൾ ആര് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാലും അവരുടെ കൂടെ അവൾക്ക് പോകണം. അവൾ ഇരിക്കത്തില്ല. ഞാൻ പിന്നെ പോയതുമില്ല. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇനിയിപ്പോൾ സ്ഥിരമായിട്ട് വീഡിയോസൊക്കെ ഇടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ആരും നമുക്ക് എടുത്തു തരാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര പാടാണ്. പിന്നെ കൊച്ചിനെ വെച്ചുകൊണ്ട് വീഡിയോ എടുക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാണ് മെയിനായിട്ടുള്ള കാര്യം. ഒച്ച അടഞ്ഞിരിക്കുന്നതുകൊണ്ട് എന്താ പറയുക, റെക്കോർഡ് ചെയ്യുമ്പോൾ ആകെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.